കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയും RJD സംസ്ഥാന കമ്മിറ്റി അംഗവുമായ PK അനിൽകുമാറാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. എന്താ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? കൽപ്പറ്റ നിയമസഭാ മണ്ഡലം ഈ സാഹചര്യത്തിൽ വളരെ LDFന് വളരെ അനുകൂലമാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പോൾ നിലവിൽ 5 വർഷം വികസനമൊന്നും നടക്കാത്തൊരു മണ്ഡലമാണ് കൽപ്പറ്റ. എന്നേരം മറിച്ച് ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ അതിനെല്ലാം ശക്തമായി നേരിട്ട് ആ ജനങ്ങളുടെ കൂടെ നിന്ന് അവരെയൊക്കെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തൊരു സർക്കാരാണ് കേരളത്തിലുള്ളത്. ആ സർക്കാരിനോട് ജനത്തിന് വലിയ വിശ്വാസമുണ്ട്. പിന്നെ ചുരം ബദൽപാത എന്നുള്ള വയനാടിൻ്റെ ആവശ്യം, അതിന് ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് തുരങ്കപാത വയനാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുരങ്കപാത അടുത്തൊരു 3-4 വർഷം കഴിയുമ്പോൾ നമ്മുടെ വയനാടിന് മുഖച്ഛായ മാറ്റും. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാരാണ് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് വിജയസാധ്യത 100%. പൊതുപ്രവർത്തന നിലയിൽ തോട്ടം തൊഴിലാളി മേഖലയിലെല്ലാം ഒരുപാട് കാലത്ത് പ്രവർത്തന പരിചയം ഉണ്ടല്ലോ താങ്കൾക്ക്. അപ്പം അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട് താങ്കൾക്ക്? അല്ല, ഞാനൊരു മനുഷ്യായുസ് മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു നേതാവിൻ്റെ മകൻ. അതായത് ഞങ്ങളുടെ മക്കളുടെ കാര്യം അദ്ദേഹത്തിന് ഏറ്റവും പ്രയോറിറ്റി തൊഴിലാളികളായിരുന്നു. അങ്ങനത്തെ ഒരു മകൻ എന്നുള്ള രീതിയിലാണ് തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിൽ ഞാൻ സജീവമാവുന്നത്. ആ മേഖലയിൽ പ്രവർത്തിക്കുകയും അതിൽ തൊഴിലാളികളുടെ വിഷയങ്ങൾ ഇടപെടുകയും അതിൻ്റെ ഇടയിൽ എനിക്ക് കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തിലൊക്കെ അവസരം കിട്ടുകയും വേറെ എല്ലാ തലത്തിലും ഇടപെടാൻ സാധിച്ചു. ആ പരിചയവും എല്ലാം കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ കൂടുതൽ ശ്രമിക്കും. അതായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യം. വയനാടിനെ ഒരു ബ്രാൻഡ് വയനാട് എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം.